സമാധാനത്തോടെ കിടന്നുറങ്ങും. ഐ വിൽ സ്ലീപ്പ് പീസ്ഫുള്ളി. സങ്കീർത്തനം 4:8 എടുക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഉറക്കമില്ലായ്മ എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശേഷതയാണ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ മടിയിൽ മുല കുടിച്ച് കഴിഞ്ഞിട്ട് തൃപ്തിയായിട്ട് ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ അതിന് ഭയമില്ല. അതിന് അമ്മയുടെ മടിയിൽ ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അതുപോലെ മായമില്ലാത്ത പാല് കുടിച്ച് ദൈവവചനത്തിൽ ഉറപ്പോടെയാണ് നിൽക്കുന്നത് എങ്കിൽ കഷ്ടമെന്ത് വന്നാലും സുഖമായിട്ടുള്ള ഉറക്കം അവൻ നമുക്ക് ദാനമായിട്ട് തരും. ഉറക്കമില്ലായ്മ എന്നുള്ളത് മിക്ക വ്യക്തികൾക്കും, ചെറുപ്പക്കാർക്ക് തൊട്ട് വലിയവർക്ക് വരെ ഭയം വരുമ്പോൾ ഉറക്കം വരത്തില്ല. ഭയം വരുന്നുടനെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം തീരുന്നിടം വരെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു, ദൈവത്തിൻ്റെ സമാധാനം ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അവനാണ് എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഏത് പ്രശ്നത്തിൻ്റെ നടുക്കും എൻ്റെ ദൈവമുണ്ട്. അങ്ങനെയാണ് എൻ്റെ വീട് തുറന്നു കിടന്നാൽ പോലും ഒരു ശത്രു കയറത്തില്ല. കാരണം ദൈവദൂതന്മാർ കാവൽ നിൽക്കുകയാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. പണ്ടൊക്കെ നമ്മൾ മിഷനറിമാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ശത്രുക്കളുടെ നടുക്ക്, അല്ലെ കിരാത ജാതികളുടെ ഇടയ്ക്ക് അവർ പോയാലും അവരൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കും. അവർക്ക് വീടും കൂടും ഒന്നും വേണ്ട. പക്ഷേ ഒരു ശത്രു അവിടെ വന്ന് ഉപദ്രവിക്കത്തില്ല. കാരണം ദൈവദൂതന്മാർ അവർക്ക് ചുറ്റും കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ദൈവത്തിൻ്റെ വചനം പറയാൻ പോയി. അവിടെ വചനം പറയാൻ പോയപ്പം അവിടെ 10-14 പേർ ഒന്നിച്ച് ഈ മനുഷ്യനെ രാത്രി വന്ന് ഉപദ്രവിക്കാനായിട്ട് പ്ലാനിട്ടു. അപ്പോൾ ഇവർക്കൊരു ചെറിയ പ്രേയർ ഗ്രൂപ്പ് അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് ഈ 14 പേര് നിങ്ങൾ ഒന്നിച്ച് നിന്ന് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർ 14 പേര് അമേരിക്കയിൽ ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ വിഷയമെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം തന്നെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. ഈ മനുഷ്യൻ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി, രാത്രി ശത്രുക്കൾ വന്നുവെങ്കിലും ഇവരെ ഒന്നും ഉപദ്രവിക്കാൻ സാധിച്ചില്ല. ആ വന്നവരെ എല്ലാം ദൈവത്തിലേക്ക് ആക്കുവാനും സാധിച്ചു. കാര്യം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനെ മിഷനറി ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഈ ദൂതഗണങ്ങൾ 14 പേർ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ 14 ദൂതന്മാർ ഈ മനുഷ്യന് ചുറ്റും കാവല് ചെയ്ത് നിൽക്കുന്നതായിട്ട്, അതും വലിയ ആളുകൾ. അതോടുകൂടി അവർ ഭയപ്പെട്ട് തിരിച്ചു പോവുക ചെയ്ത്. അപ്പം പ്രാർത്ഥന ഏത് സ്ഥലത്ത് നടത്തിയാലും ദൈവം അപ്പുറത്ത് പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥന വലുതാണ്. മുറിക്കകത്ത് മുറി അടച്ചിരുത്ത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അത് ചെയ്യിപ്പിക്കുന്നിടം വരെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമ്മുടെ വലിയ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. പ്രാർത്ഥനയോളം more things are wrought by prayers than the world dreams of. ഈ ലോകം കാണുന്നതിൽ കൂടുതൽ കാര്യം പ്രാർത്ഥന കൊണ്ടാണ് നേടിയെടുക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് സാധിക്കാത്ത ഒരു കാര്യമില്ല. ഒരു പ്ലെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു വെള്ളത്തിൽ നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ, നമ്മളൊരു എക്സ്കർഷന് പോകുമ്പോൾ വചനമാകുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അവരെ കവചം ചെയ്യണം. സങ്കീർത്തനം 91 പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. ഉരുവിടുക എന്ന് പറയുമ്പോൾ ജൽപ്പനം ചൊല്ലുകയല്ല ഞാൻ പറയുന്നത്, വേലി ഉറപ്പിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അമേരിക്കൻ എംബസിയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പം കാണത്തില്ലേ, അവരെപ്പോഴും ഇങ്ങനെ തോക്കുധാരികൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എപ്പോഴും. കാരണം എന്താ? ഒരു വിടവുണ്ടാകാതിരിക്കാൻ വേണ്ടി. നമുക്ക് തന്നെ ചെയ്യാൻ വയ്യെങ്കിൽ സമൂഹമായ പ്രാർത്ഥന ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. ഉറക്കമില്ലാതെ കിടക്കുന്നവർക്ക് സുഖമായ ഉറക്കം തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എല്ലാ നുഖത്തെയും തകർക്കാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം. കർത്താവ് പറയുന്ന അവൻ്റെ അടുക്കലേക്ക് വന്നാൽ എല്ലാ നുഖം ഒടിച്ചു കളയുന്ന ദൈവം. കർത്താവിൻ്റെ ഒരു രശ്മി, ഒരു തീ ഇറങ്ങിയാൽ മതി, ശത്രു ഒഴിഞ്ഞു പോകും, നശിച്ചു പോകും. സ്ലീപ്പ് പീസ്ഫുള്ളി. In peace I will lie down and sleep. അതായത് for you alone, O Lord, make me dwell in safety. അതായത് വചനം പറയുന്നത് നിൻ്റെ ആത്മാവിനാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങുമെന്ന്. പീസ്ഫുള്ളായിട്ടുള്ള ഉറക്കം വേദപുസ്തകത്തിലെ ഒരു ദൈവദാനമാണ്. ദൈവം നമുക്ക് ഭയമില്ലാത്തപ്പോഴേ സുഖമായിട്ട് ഉറങ്ങാനൊക്കത്തുള്ളൂ. റോഡിൽ കിടന്ന് നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മളെല്ലാവരും ബെഡ്റൂമിൽ കയറിയാൽ തന്നെ ബെഡ്റൂമിൻ്റെ ഡോറ് പോലും അടയ്ക്കും.
ബിക്കോസ് ഇറ്റ്സ് ആൻ എൻക്ലോസ്ഡ് പ്ലേസ് വെയർ വി ഫീൽ സേഫ്. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഉറങ്ങുന്നതെന്നുള്ള ബോധം വന്നാൽ എവിടെയാണെങ്കിലും നമുക്ക് ഉറങ്ങാനൊക്കും. അത് ദൈവത്തിൻ്റെ ഒരു വരമാണ്. എത്ര പ്രയാസം ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിന് എപ്പോഴും ഉറക്കം നന്നായിട്ട് ദൈവം തരുന്നുണ്ട്. ഞാനെപ്പോഴും പറയും, എത്ര കൂടുതൽ ഉറങ്ങിയാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ എപ്പോൾ വേണേലും ഉറങ്ങാനുള്ളൊരു കൃപ തന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് പ്രയാസം 2018 വന്നപ്പം രാത്രിയിൽ ഉറക്കമില്ലാതെ, അല്ലാത്ത സമയങ്ങളിലെല്ലാം നല്ലതായിട്ട് ഉറങ്ങാൻ ദൈവം കൃപ. അതൊരു വലിയ ഭാഗ്യപദവിയാണ്. നമുക്ക് തരുന്ന നന്മകൾ ദൈവം തരുന്നതിന് നന്ദിയുള്ളവരായിരിക്കണം. ഏത് കാര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം നമുക്ക് സമാധാനമായിട്ടുള്ള ഉറക്കം തരുന്നത്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കണം, ഗോഡ് ഈസ് സോവറിൻ ഓവർ ദ നൈറ്റ് ആസ് വെൽ ആസ് ദ ഡേ. ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. അതായത് രാത്രികാലത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവം തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ടാണ് 91 നമ്മൾ പ്രാർത്ഥിക്കുമ്പം പറയുന്നത്, അത്യുന്നതൻ്റെ മറവിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, രാത്രിയോ പകലോ, രാത്രിയിലുള്ള ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇതെല്ലാം ഉണ്ട്. നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യണം, ചില സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം ചില കോണിൽ എപ്പോഴും അവിടെ ആക്സിഡൻറ്റ് വരും. അവിടെ ഒരു ദുരാത്മാവ് നിൽക്കുകയാണ്. അത് വെട്ടി പ്രാർത്ഥിക്കാൻ ആർക്കും അറിയത്തില്ലെങ്കിൽ അത് സംഭവിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആത്മാവിവേചനം തരുമ്പോൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മാറ്റണമെങ്കിൽ ദൈവത്തോട് നമുക്ക് പറയാം. 91 എടുത്താൽ മതിയല്ലോ. 91 തന്നെ എടുത്തിട്ട് ഒത്തിരി ഒന്നും അറിയണമെന്നില്ല. പല ആളുകൾ എന്നോട് പറയും, ഞാൻ കാറ് ഓടിക്കുമ്പോൾ 91 സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് കാറിനകത്ത് കയറുന്നത്. ഒരു മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാർ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ സർവശക്തനായ ദൈവത്തെ മാനിക്കുകയാണ്. അർത്ഥം നമ്മൾ കയറി കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കുക. 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ തൂവല് കൊണ്ട് അവൻ നമ്മളെ മറയ്ക്കുമെന്ന്. അത് രാത്രിയിലും പകലും മറയ്ക്കുമെന്ന് അത് പറയുക. ചാവൻ നിൻ്റെ തൂവലുകൊണ്ട് മറയ്ക്കുമ്പം എന്തൊരു സോഫ്റ്റ് അല്ലേ. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അടിച്ചടിക്കുന്നതല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും, വിശ്വസ്തത എനിക്ക് പരിചയം പലകയും. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ്, രാത്രിയിലെ ഭയത്തെയും, രാത്രിയിൽ ഭയം കൊണ്ടുവരുന്നുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രത്തെയും. അസ്ത്രം ഇങ്ങനെ അയച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ വചനം എടുക്കുമ്പോഴും അവനിങ്ങനെ അയച്ചു, പക്ഷെ നമുക്ക് ചുറ്റും തീമതിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് അകത്ത് കയറുന്നില്ല. അതുകൊണ്ട് ശത്രുവിന്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്ന് വചനം പഠിപ്പിക്കുകയായിരിക്കും. ബിക്കോസ് നമുക്ക് പ്രയർ ഗ്രൂപ്പ് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് തനിയെ ആ സ്ഥലത്ത് ഇറങ്ങി വെച്ച് തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം മുഖത്തിന് വ്യത്യാസം. ശത്രുവിൻ്റെ ഗോളത്തിനകത്തോട്ട് പോകുമ്പം നമ്മൾ വേലി കെട്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ പിന്നെ 3-4 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് ആ ശത്രുവിനെ അഴിച്ചു മാറ്റാൻ ഒക്കുന്നത്. നേരത്തെ ഇച്ചിരി കൂടെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചാൽ അത് വരത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മൾ വേലി കെട്ടണം, അതൊരു നിർബന്ധം. ഞാൻ എപ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴും, ഞാൻ വചനം പറയുമ്പോഴും ഞാൻ പറയുന്നത് വേലി കെട്ടണം. പലർക്കും അതൊരു തമാശയായിട്ട് ചെയ്യുന്നു. വേലി കെട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കർത്താവിൻ്റെ വചനം കൊണ്ട് വേലി കെട്ടാൻ അവകാശം തന്നിരിക്കുക. 91 എടുത്ത് ചൊല്ലിയാൽ മതി. പകൽ പറക്കുന്ന രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ മഹാമാരി സഞ്ചരിക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ ചെറിയ കാര്യമല്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. അപ്പോൾ ഉച്ചയ്ക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞത് ഇതേപോലെ ഒരു മകൾ എന്നെ വിളിച്ചു, അവനോട് മോന് രാവിലെ ജോലിക്ക് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന വണ്ടി ഇടിച്ചു. അന്നേരമേ അവന് ചാത്തില്ല. കാരണം ഈ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്. ദൈവകൃപയാൽ അവന് മിടുക്കനായിട്ടിരിക്കുന്നു. ഈ അമ്മ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഇതൊക്കെ നടക്കുന്നത് ഭൂമിയിൽ അന്ധകാര ശക്തി രക്തത്തിന് വേണ്ടി ഓടി നടക്കുമ്പം നമ്മുടെ മക്കളെ അവൻ ടാർഗറ്റ് ചെയ്യാതിരിക്കാൻ ദിനംപ്രതി വചനം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അറിയാൻ ഒന്നും വരത്തില്ല. അപ്പോൾ യു ലേ ഡൗൺ പീസ്ഫുള്ളി. ദൈവമാണ് രാത്രിയുടെയും ഉടമസ്ഥനെന്ന് നമ്മൾ തന്നെ പറയണമെങ്കിൽ സങ്കീർത്തനം എടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. 2, അതായത് ദൈവം സകലത്തിനെയും ഭരിക്കുന്നു രാവും പകലും. 2, വറി ഹാസ് നോ പവർ. നമ്മൾ ഈ കിടന്ന് വറി ചെയ്യുന്നതുകൊണ്ട് ഇതിന് ശക്തിയൊന്നുമില്ല. വറി എന്ന് പറയുന്നത് ആകുല ചിന്തയാണ്. ആകുല ചിന്ത വരുന്നത് വചനം മാറുമ്പോഴാണ്. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുമ്പോൾ വെള്ളം ഇല്ല എങ്കിൽ ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം ഇല്ലാത്തടത്തും വായുവുണ്ട്. പക്ഷെ ഇവിടം വരെ ഞാൻ വെള്ളം ഒഴിച്ചു എങ്കിൽ ഇതിനകത്ത് വായുവല്ല, വെള്ളം, നല്ല വെള്ളം തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലാക്കണം. ദൈവവചനം കൊണ്ട് നമ്മളെ നിറച്ചില്ല എങ്കിൽ ദുഷ്ടശക്തി കയറി വരും. ഇത് നിരന്തരം വചനത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. കർത്താവ് പറയുന്നത് ദൈവം നമ്മളെ വറിയൻ. ഫിലിപ്പിയർ 4:6 പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, സന്തോഷിപ്പീൻ. അതുതന്നെ ഈ യോഹന്നാൻ്റെ 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്.
പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഗെറ്റിംഗ് റെസ്റ്റ് പ്രിപ്പയർസ് യുവർ ബോഡി ടു ഫൈറ്റ് അഗെയിൻ. നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയാൽ നമുക്ക് യുദ്ധം ചെയ്യാൻ ബലം വരും. പകല് നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട് ബോഡിക്ക്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, 3 ഘടകത്തിനും, ദേഹം, ദേഹി, ആത്മാവിന് ഒരുപോലെ നമുക്ക് വിശ്രമം ആവശ്യമുണ്ട്. പിന്നെ ഏഞ്ചൽസ് ഗാർഡ് അറ്റ് നൈറ്റ് ആൻഡ് ഡേ എലൈക്ക്. ദൈവദൂതന്മാർ പാളയമിറങ്ങി എനിക്ക് ചുറ്റും, മക്കൾക്ക് ചുറ്റും നിൽക്കുന്നു. പറ, എൻ്റെ കുടുംബത്തിന് ചുറ്റും നിൽക്കുന്നു. ദൈവദൂതന്മാർ പാളയം ഇറങ്ങട്ടെ. ഇത് പറയുന്നതിന് ഇത്ര നേരം വേണം? ദൈവത്തിൻ്റെ ആത്മാവിലാ പറയുന്നത്, നടക്കും, അത് ചെയ്യണം. ഇത് ആത്മാവിൽ നമ്മൾ ചുമ്മാതെ അയ്യോ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് അത് ദൈവം ചെയ്തില്ല എന്ന് പറയുന്നതിന് പകരം വചനം എടുത്ത് വായിക്കുക. ഗോഡ് ഈസ് ഇൻ ചാർജ്. അതായത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, കഴിഞ്ഞത്, ഇപ്പോഴും വരാൻ പോകുന്നതിൻ്റെയും ടോട്ടൽ കൺട്രോൾ യേശുവിൽ തന്നെയാണ്, ദൈവത്തിൽ തന്നെയാണ്. അതാണ് ഗോഡ് ഈസ് ഇൻ ചാർജ്. ഗോഡ് ഈസ് വർക്കിംഗ് ഓൾ തിങ്സ് ഫോർ ദ ഗുഡ്. എല്ലാം നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:28. ഓൾ തിങ്സ് വർക്ക് for the good of those who love God and are called according to his purpose. അവൻ്റെ നാമത്തിൽ, അതായത് എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാം നന്മയ്ക്കല്ല, പക്ഷേ വിളിച്ചു പറയാം, എവ്രിതിങ് എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ. അതൊരു വചനം, പ്രധാനപ്പെട്ട വചനമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:28 പറയുന്നത് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തുമെങ്കിൽ ആ വചനം, ഈ വചനം വേദപുസ്തകത്തിൽ തന്നെ ഇരിക്കുന്നത് പലർക്കും കാണാതറിയാം. പക്ഷെ അറിയാമെങ്കിലും വചനം എടുത്ത് വായിക്കാമെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം കൂടെ വായിക്കും. 8:28 ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. എല്ലാം അതിനകത്ത് അഴുക്കെന്നോ നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമല്ല, എല്ലാം നന്മയ്ക്കായിട്ട്. അത് ദൈവമാണ്. അതുപോലെ തന്നെ ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് അലോൺ, അതായത് നമ്മളെ കൃപയിലാണ് നടത്തുന്നത് ഈ സമയങ്ങളിൽ. ഗോഡ് ഹാസ് പാർഡൻഡ് ഓൾ അവർ സിൻസ്. എൻ്റെ ബലഹീനത, എൻ്റെ ഭാവം എല്ലാം അവൻ കഴുകിക്കളഞ്ഞു. അപ്പോൾ ഇതൊരു വാഷിംഗ് ഔട്ടാണ്. ദിനം പ്രതി നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് പോലെ തന്നെ ദൈവവചനമാകുന്ന എണ്ണ കൊണ്ട് അഭിഷേകം അഴിച്ചിട്ട് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുക. ഒരു കൊച്ചു കുഞ്ഞിന് തന്നെ കുളിക്കാൻ അറിയാമെങ്കിൽ അതിനാകുന്നിടം വരെ നമ്മൾ 4 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ അതിനെ കുളിപ്പിക്കുക. അത് കഴിയുമ്പോൾ തന്നെ വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിലും ചെയ്യും. ചില മക്കൾ എത്ര വളർന്നാലും തന്നെത്താനെ വളരെ അറിഞ്ഞുകൂടാത്തവർക്ക് രാകുന്നിടം വരെ നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക. ചില മക്കൾ നോർമലല്ല, അതായത് ഇച്ചിരി ബുദ്ധിക്ക് ഇച്ചിരി പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്ന അമ്മയപ്പന്മാരുടെ വിജിലൻസ് കണ്ടിട്ടുണ്ട്. ഇടതോട്ടും വലതോട്ടും തിരിയൂല. കാരണം ഇതിലോട്ട് തന്നെ കുഞ്ഞിനെന്തേലും സംഭവിക്കും. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിലും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇടതോട്ടും വലതോട്ടും തിരിയാതെ ദൈവസന്നിധിയിൽ തന്നെ നിൽക്കുക. അവൻ എന്നിലാണ് വസിക്കുന്നത്, ഞാൻ അവനിലാണ് വസിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം കടന്നു വന്നിരിക്കുന്നു. വളരെ സുഖമായിട്ട് ഉറങ്ങാൻ ദൈവത്തിൻ്റെ ആത്മാവ്. രാത്രി സുഖമായിട്ട് ഉറങ്ങിയാൽ പകലും വചനാടിസ്ഥാനത്തിൽ ഇരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കും. പ്രാർത്ഥിക്കും. നാഥ, സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ളത് നീ ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ്. പലർക്കും ഉറക്കം വരുന്നില്ല. പല കാര്യങ്ങൾ ഓർത്ത് കിടക്കയിൽ വരുമ്പോൾ അവർക്ക് ഉറക്കം വരാത്തതിനാൽ നേരം വെളുക്കുമ്പോൾ അവർക്ക് ക്ഷീണമാകും. പിന്നെ ഹാർട്ടിന് പ്രോബ്ലം വരും, പിന്നെ തലവേദന ഉണ്ടാകും, അങ്ങനെ ശരീരത്തിന് ക്ഷീണം, ഭക്ഷണം ശരിയായിട്ട് കഴിക്കാനൊക്കത്തില്ല. ഇങ്ങനെ പല അസുഖങ്ങൾ വരുന്നതിൻ്റെ റീസൺ ഉറക്കക്കുറവാണ്. ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്, കർത്താവേ, നീ ഞങ്ങളിൽ നിന്ന് മാറി എന്നുള്ള ചിന്തയാണ്. ദൈവമുണ്ട് എന്ന് എൻ്റെ ഹൃദയത്തിൽ നിരന്തര ഓർമ്മ വന്നാൽ ഏത് പ്രശ്നം അവനെ ഏൽപ്പിക്കാനും സുഖമായിട്ട് ഉറങ്ങാനുള്ള കൃപ നീ തരും. യു ആർ ഇൻ ടോട്ടൽ കൺട്രോൾ. യു ആർ ഇൻ ചാർജ്. ദൈവമാണ് എല്ലാം നയിക്കുന്നത്. ഇരുട്ടിനും പകലിനും, രാത്രിക്കും പകലിനും അധിപതി നീ തന്നെയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും നീ ഇറങ്ങി വന്ന് സഹായിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. നിന്നിൽ വിശ്വസിക്കാനുള്ള ആത്മാവിനെ ഇട്ട് തന്നാട്ട് അതൊരു വരമാണ്. പക്ഷേ ഞങ്ങളത് ചോദിച്ചു വാങ്ങിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേലെ, മരുമക്കൾ, അവർ എവിടെയെല്ലാം വന്ന് യാത്ര ചെയ്യുമ്പോൾ, അവരിയ്ക്കുമ്പോൾ, അവർ ദൈവത്തെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ, എപ്പോഴും ഞങ്ങൾ അവരുടെ മേൽ വചനം കൊണ്ട് ദൈവത്തിൻ്റെ വേലി കെട്ടിക്കൊടുക്കുക. ദൈവത്തെ അറിയാതൊന്നും സംഭവിക്കത്തില്ലല്ലോ കർത്താവേ. ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നിടം വരെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ ഒഴിച്ചുകൊണ്ടിരിക്കണം. തലമുറയുടെ ദൈവം അവരുടെ മേൽ നിൻ്റെ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്വസ്ഥതയുള്ള സുഖമുള്ള ഉറക്കം ഞങ്ങൾക്ക് തലമുറകൾക്ക്
പ്രയാസപ്പെടുന്ന അനേകം മക്കൾക്ക് ഇന്ന് കൊടുക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.